രാജ്യത്തിന്റെ പണമിടപാട് രീതിയെ തന്നെ മാറ്റിമറിച്ച സംവിധാനമാണ് UPI. ഇന്ന് ആരും പണം കൈവശം വെക്കാതെ ഭൂരിഭാഗം പേരും പണമിടപാട് നടത്തുന്നത് UPI വഴിയാണ്. ഫെബ്രുവരി 2022 കണക്ക് പ്രകാരം 36 കോടി UPI ട്രാൻസാക്ഷനുകളാണ് രാജ്യത്ത് നടന്നിരിക്കുന്നത്. ഇന്ന് UPI സംവിധാനം ഉപയോഗിക്കാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ കാണില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇനി മുതൽ എല്ലാ UPI പേയ്മെന്റുകളും സൗജന്യമാകില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആയ കാർഡ്, വാളറ്റ് തുടങ്ങിയവ വഴി വ്യവസായികൾ നടത്തുന്ന പണമിടപാടുകൾക്കാണ് ഇനി ഇന്റർചേഞ്ച് ഫീസ് ഏർപ്പെടുത്തുന്നത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. NPCI സർക്കുലർ പ്രകാരം 2000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന മർച്ചന്റ്സ് ഉപഭോക്താക്കൾക്കാണ് 1.1% ട്രാൻസാക്ഷൻ നിരക്ക് ഏർപ്പെടുത്താൻ NPCI തീരുമാനിച്ചിരിക്കുന്നത്. ഈ അധിക തുക കൂടി വരുന്നതോടെ PPI ഉപഭോക്താക്കൾ ഇനി മുതൽ 15 ബേസ് പോയിന്റ് വാളറ്റ് ലോഡിംഗ് സർവീസ് ചാർജായി ബാങ്കിന് നൽകേണ്ടി വരും. എന്നാൽ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടിനോ വ്യക്തികളും വ്യവസായം തമ്മിലുള്ള ഇടപാടിനോ പണം ഈടാക്കില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ പണമിടപാട് വർദ്ധിച്ചതോടെ UPI വഴിയുള്ള തട്ടിപ്പും വർദ്ധിക്കുന്നുണ്ട്. ആദ്യം QR കോഡ് മാറ്റിയും വ്യാജ ലിങ്ക് വഴിയുമാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പണം അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. ആദ്യം തട്ടിപ്പ് സംഘം ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് നമുക്ക് UPI വഴി പണം അയക്കും. പിന്നാലെ ഒരു ഫോൺ കോൾ വരും. മറ്റൊരാൾക്ക് അയച്ച പണം തെറ്റി നമുക്ക് വന്നതാണെന്നും അതുകൊണ്ട് പണം തിരിച്ചിട്ട് കൊടുക്കണമെന്നും ഇവർ പറയും. പണം തിരിച്ചയച്ച് നൽകുന്നതോടെ തട്ടിപ്പ് സംഘം വിജയിക്കും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം മുഴുവൻ ഇവർ കവർന്നെടുക്കും. തട്ടിപ്പ് സംഘത്തിന്റെ കൈവശമുള്ള മാൽവെയർ വഴിയാണ് ഇവർ നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ കവർന്ന് പണം തട്ടിയെടുക്കുന്നത്. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം? ആരെങ്കിലും പണം തെറ്റി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ ആ വ്യക്തി അജ്ഞാതനാണെങ്കിൽ ഉടൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ച വ്യക്തിയോട് സ്റ്റേഷനിൽ എത്താൻ പറയണം. അവിടെ വെച്ച് പണം കൈമാറാമെന്ന് അറിയിക്കണം. തട്ടിപ്പ് സംഘമാണെങ്കിൽ ഉറപ്പായും പിന്നെ നിങ്ങളുമായി ബന്ധപ്പെടില്ല.